ഇത് എന്ത് കറിയാന്ന് മനസ്സിലായോ? ഇതാണ് മത്തൻ പുളികുത്തിയത്. പേര് തന്നെ വ്യത്യസ്തമാണ്. ഇത് ഒരു തുള്ളി നാവിൽ തൊട്ടാലുണ്ടല്ലോ പിന്നെ നമുക്ക് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. ആകെ ഒരു കഷ്ണം മത്തൻ മാത്രം മതി ഈ മത്തൻ പുളികുത്തിയത് തയ്യാറാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് ചടപടോന്ന് കറി ഉണ്ടാക്കണോ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇതിൻ്റെ സ്വാദുണ്ടല്ലോ ശരിക്കും ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഞാനും ഞെട്ടിപ്പോയിട്ട് എന്ത് രസമുള്ള കറിയാ ഇതെന്താ ഞാനിതൊരു ട്രൈ ചെയ്ത് നോക്കാത്ത എന്നെനിക്ക് തോന്നിപ്പോയി. ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ആദ്യം നമുക്ക് മത്തൻ ഇതുപോലെ തോല് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ ഒരു സ്വാദ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമുക്ക് മലയാളികൾക്കൊക്കെ ഇതിൻ്റെ ഒരു സ്വാദ് പെട്ടെന്ന് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഉറപ്പാണ്. കാര്യം ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു മത്തൻ പുളികുത്തിയെന്ന വിഭവം ഈ ഇടയ്ക്ക് കഴിക്കാൻ സാധിച്ചത്. അപ്പം മത്തൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം വെച്ച് അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ മതി. മത്തങ്ങയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് ഇതുപോലെ ചതച്ചെടുക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിൽ വെച്ചിട്ട് പച്ചമുളകും ഇഞ്ചിയും കൂടി ചതയ്ക്കുക. ഇത് ചതയ്ക്കുന്നതിൻ്റെ കൂടെ ഇത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും ജീരകവും കൂടി ചതയ്ക്കുന്നുണ്ട്. മിക്സിയിൽ അരയ്ക്കരുത്, ചതയ്ക്കുക തന്നെ ചെയ്യുക. കാര്യം ഈ കറിയുടെ ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ പച്ചമുളകോ കറിവേപ്പിലയോ ജീരകമോ എനിക്കറിയില്ല, എന്തായാലും ഒരു അന്യായ ടേസ്റ്റുള്ള കറിയാണ്. പക്ഷേ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഈ പച്ചമുളകും ജീരകവും ഇഞ്ചിയും കറിവേപ്പിലയും ഒന്ന് ചതക്കുകയാണ്. ചതച്ച് കറിവേപ്പിലൊന്നും ഒരുപാടങ്ങ് പേസ്റ്റൊന്നും ആവില്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം ഒന്ന് ചതഞ്ഞാൽ മതി. ഇഞ്ചിയും പച്ചമുളകും മെയിനായിട്ട് ചതഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ 3 വിസിൽ വെച്ച് വേവിച്ചിട്ടുള്ള മത്തങ്ങ ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഒരു തവി കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഉടയ്ക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഉടയ്ക്കുമ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ ആ പേസ്റ്റായി മാറി. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് മത്തങ്ങ വെന്തിട്ടുള്ളത്. ഇതുപോലെ ആയിക്കിട്ടും. മത്തങ്ങ ഇങ്ങനെ ഒന്ന് ഉടച്ച് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടല്ലോ, ഇത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതെങ്ങനെയാണ് പുളികുത്തി എടുക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ പേര് ഭയങ്കര രസമല്ലേ, മത്തൻ പുളികുത്തിയത്. അപ്പോൾ ശരി, നമുക്ക് ഇനി ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ എണ്ണ ചേർക്കാം. പിന്നെ ചുവന്ന മുളകും ചേർത്ത് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, ജീരകം, കറിവേപ്പില ഈ ഐറ്റം ഒന്ന് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. തീ കുറച്ച് വെച്ചിട്ട്, ചട്ടി ആയതുകൊണ്ട് കുറച്ച് ചൂട് കൂടുതലാണ്, അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്നും കരിഞ്ഞു പോവാതെ എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ ഈ പച്ചമുളകൊക്കെ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ വേറൊരു ലെവൽ മണമാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ മൂത്ത് വരുമ്പോൾ നല്ല ഒരു രസമുള്ള മണം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇതിൻ്റെ ഒപ്പം ചൂടാവണം. ഇതെല്ലാം എണ്ണയിൽ ചൂടാകുമ്പോഴുള്ള പ്രത്യേകത. ഇത് എണ്ണയിൽ ചൂടാകുമ്പോൾ സാധാരണ നമ്മൾ അരച്ചെടുത്ത് ചേർക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നുമല്ല, വേറൊരു ടേസ്റ്റ് വ്യത്യാസവും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം ഈ കറിയെ വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും ഗംഭീര ടേസ്റ്റുള്ളൊരു കറിയാട്ടോ. ഇത്രയും സിമ്പിളായിട്ട് വേറെ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഇതിലോട്ട് ഇനി ചേർക്കുന്നത് പുളിയാണ്. പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതൊന്ന് ചേർത്തോട്ടെ. ഇത്ര പുളിവെള്ളേ ചേർക്കുന്നുള്ളേ. അപ്പോൾ ഞാൻ ഇട്ട മത്തൻ്റെ അളവ് കണ്ടല്ലോ, ആ ഒരു മത്തന് ഇത്രയും. അതായത് പുളി ഒരുപാട് കൂടിപ്പോരുത്, എന്നാൽ പുളിയുടെ ഒരു ചെറിയ ആ ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ ഒരു രസമായിട്ടുള്ള ടേസ്റ്റ്. ഇനി നമ്മുടെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള മത്തൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊരു എന്താ പറയുക, ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് അറിയാം. നല്ല രസമായിട്ടുള്ളൊരു കറിയാണ്. ഇതിന് ഒരു ചെറിയൊരു കൊഴുപ്പ് രസമുണ്ട്, എന്നാൽ ഇതിനൊരു പുളി രസമുണ്ട്. ഇതിങ്ങനെ കഴിക്കുമ്പോഴേ പച്ചമുളകിൻ്റെ ഫ്ലേവറും ആ ഇഞ്ചിയുടെ ഫ്ലേവറും പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവറും പിന്നെ അതിനിടയ്ക്ക് കൂടെ ആ പുളി ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ഇതും പിന്നെ മെയിനായിട്ട് എന്താ പറയുക, ഈ മത്തങ്ങയിലുള്ള ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ, വേറെ ലെവലാക്കി എന്ന് തന്നെ പറയാം കറിയെ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തോട്ട് ഇനി സംഭവം കൂടെ തിളച്ച് വരണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് രസമാണെന്ന് വെച്ചാൽ രസമല്ല, എന്നാൽ ഒരു തിക്കായിട്ടുള്ള കറിയാണെന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള കറിയല്ല. അപ്പോൾ ഇതിനകത്ത് മത്തങ്ങ എവിടെയെങ്കിലുമൊക്കെ കഷ്ണങ്ങളായിട്ട് കിട്ടുമോയെന്ന് ചോദിച്ചാൽ മത്തങ്ങയോട്ട് കിട്ടുകയില്ല. അപ്പോൾ ഈ പുളിയുണ്ടല്ലോ, ഈ നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള മത്തങ്ങയുടെ ഉള്ളിലോട്ട് അങ്ങനെ കയറി കഴിയുമ്പം വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ചേർന്ന് ഈ കറിവേപ്പിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമുള്ളൊരു ഫ്ലേവറാണ് ഈ ഒരു കറിക്ക്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കഷ്ണം മത്തൻ മാത്രം മതി ഒരു നേരം ഊണ് കഴിക്കാൻ എന്ന് തന്നെ പറയാം. ഇതിങ്ങനെ ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ചൂട് ചോറും ഈ ഒരു കറി മാത്രം മതി, നല്ല രസമായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും ടേസ്റ്റി ആയിട്ട് ഇത്രയും രസകരമായിട്ട് ഈ ഒരു കറിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് കറി ഉണ്ടെങ്കിൽ കൂടി കുറച്ച് മത്തങ്ങ വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനം ഉണ്ടാക്കണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് ഇത് കുറച്ച് സൈഡിലിങ്ങനെ വെച്ചാൽ വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ, വെറുതെ ഇങ്ങനെ കോരി കുടിക്കാൻ, നമ്മുടെ രസമൊക്കെ പോലെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ മത്തങ്ങ പുളി കുത്തിയത്. അതൊരു വല്ലാത്ത ഫ്ലേവറാണ്. ഇതിന് പ്രത്യേകിച്ച് മധുരത്തിൻ്റെ വേറൊന്നും ഇടേണ്ട ആവശ്യമില്ല, മത്തങ്ങയിൽ തന്നെ ഒരു മധുരവും ഒക്കെയുണ്ട്. ഇതാണ് കറിയുടെ ആ ഒരു ഫൈനൽ ഒരു
കാഴ്ച. ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലുള്ള പച്ചമുളകിൻ്റെ എല്ലാത്തിൻ്റെ ആ ഒരു സത്യത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചോറും മത്തങ്ങ പുളികുത്തിയതും ഉണ്ടെങ്കിൽ ഊണങ്ങട് കുശാലായി.